ഇന്നിട്ട് തീർക്കോടെ. എല്ലാവരുടെ കുട്ടി എങ്ങനെയാണോ അല്ല എൻ്റേത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഹൈ എനർജി ടോഡ്ലർ കാറ്റഗറിയിൽ വരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും പെൺകുട്ടിയല്ലേ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, എവിടെയെങ്കിലും ഇരുന്ന് വല്ലതും വരച്ചും കുറിച്ചും ഒക്കെ കളിച്ചോളൂന്ന്. പക്ഷേ ഈ ഹരിക്കെയിൻ വീട്ടിലെങ്ങനെയാണെന്ന് ആക്കാറിനോടല്ലോ. പിന്നെ ഏതെങ്കിലും ടോഡ്ലേഴ്സ് പാരൻസ് ഇതുപോലെ അവസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൂത്രമാണ് എവിടെയെങ്കിലും നടക്കാൻ കൊണ്ടുപോകാം പിള്ളേരെ. ഒരുവിധം വലുതായി കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നടക്കൽ. നമുക്ക് പ്രത്യേകിച്ച് നടുറോട്ടിൽ കൂടെ നടക്കാനൊന്നും വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് എടുത്ത് ഒതുക്കിയൊക്കെ നിർത്തും. അപ്പോൾ അവർക്ക് കുറേ റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നും. അങ്ങനെ ഇവളെ എക്സോസ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ് ട്രെയിൽ വാക്ക്. Pine cones is a fruit of a tree. Yeah. നടന്നു തുടങ്ങിയപ്പോൾ മാഡത്തിന് കുറേ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എനിക്കെന്തോ പ്രിപ്പയർ ചെയ്യാത്ത എക്സാമിന് എഴുതാൻ വിട്ട പോലെ പെട്ടെന്ന് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നതുപോലെ തോന്നി. home appliance of the two families, you are the link. എന്താ ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു മലയാളി. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ ഇതുപോലെ വാക്കിംഗ് ഒക്കെ വരുമ്പോൾ അവർ തന്നെ കോൺവെർസേഷൻസ് തുടങ്ങിക്കോളും. എന്നിൽ പൊതുവേ അവൾ ഉറങ്ങുന്നത് വളരെ ലേറ്റാണ്. വല്ലാത്ത ഫോമോ ആണ് ആ കുട്ടിക്ക്. അപ്പോൾ ഈ വാക്ക് ആണ് ഒരു പ്രതീക്ഷ അവളെ ടയർഡ് ആക്കുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുറെ കൂടെ ലെസൺസ് നേച്ചറിൽ കൂടി നടക്കുമ്പോഴാണ് അവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് വീട്ടിലിരുന്ന് ചെയ്യുന്നേക്കാളും. വിന്ററായിരുന്നപ്പോൾ അധികം പോകാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് വെതർ ബെറ്ററായി വരുന്നുണ്ട്. കുറച്ചുകൂടെ എക്സ്പ്ലോറിങ് ചെയ്യും. ഈ അവതാറിലൊരു സാധനം ഉണ്ടാവില്ല, ഞാൻ ആണെങ്കിൽ ഇവിടെ പിന്നെ പോകുന്ന സാധനം സെയിം. വീക്ക് ഡേയ്സ് ഒക്കെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര റഷിലല്ലേ. പെട്ടെന്ന് പല്ലിക്ക് ഡ്രസ്സ് ഇട്, നമുക്ക് സ്കൂളിൽ പോകണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ തിരക്ക്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുന്നത്. ഇവിടെ അവളെ ഞാൻ ഒട്ടും റഷ് ചെയ്തിട്ടില്ല. എത്ര പ്രാവശ്യം അവളെ സ്റ്റോപ്പ് ചെയ്താലും ഞങ്ങൾ വെറുതെ നിന്ന് അവൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി തോന്നി ഇന്നത്തെ ദിവസം. ലെഫ്റ്റ് സൈഡ് പോണം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് പോ. that's left side. Go. സ്ക്രീൻ ടൈം അവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഉണ്ട്. ഓവർ സ്റ്റിമുലേറ്റ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയൂടെയില്ല. 9 to 5 എവറി ഡേ വർക്ക് ഫ്രം ഹോം, ഇല്ലെങ്കിൽ ഓഫീസിൽ പോയി പണിയെടുക്കും. പിന്നെ അൺവൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഒന്നീ ഫോൺ ഇല്ലെങ്കിൽ TV. ഓവർ സ്റ്റിമുലേഷൻ എങ്ങനെയാ നമ്മളെ ശരീരത്തിൽ കാണും? ഹെൽത്ത് ഇഷ്യൂസ്, മൂഡ് സ്വിംഗ്, ഫെറ്റീഗ്, അങ്ങനെ കുറേ ഉണ്ട്. അൺപ്ലഗിങ് ഫ്രം ഡിവൈസ് മൊമെന്റ് നമുക്കും വേണം. ഒണ്ടാരിയോയിൽ ഡുറം റീജിയൻ എന്ന് പറഞ്ഞ റീജിയനിലുള്ള ഒരു വൺ ഓഫ് ദ ട്രെയിൽസ് ആണ്. കാനഡയിൽ ഇഷ്ടം പോലെ ട്രെയിൽസ് ഉണ്ട്. ഇവിടെ സമ്മർ ആയാലും വിന്റർ ആയാലും ഈ ട്രെയിൽസ് ഓപ്പൺ ആക്സസിബിൾ ട്രെയിൽസ് ആണെങ്കിൽ വിന്ററിലും ഉണ്ടാവും കേട്ടോ. ഇത് കോമൺ പ്രാക്ടീസ് ആണ് ഇവിടെ. സോ ട്രെയിൽ വാക്സ് പോകാത്ത ആൾക്കാരെ ഉണ്ടാവില്ല കാനഡയിൽ. മൂള വയറ്റി കിടക്കുന്ന കോഴിക്കുഞ്ഞിന് വിശക്കാൻ തുടങ്ങി. ഓൺ ടു നെക്സ്റ്റ് സ്പോട്ട്. ഇവിടെ അടുത്ത് മൾട്ടി ക്വിസിൻ ക്വിക്ക് ട്രക്ക് സ്പോട്ട് ഉണ്ട്. അവിടെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ട്രെയിൽ കഴിഞ്ഞ് തിരിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6:30 ആയി. 7 o'clock ആ സ്പോട്ട് ക്ലോസ് ആവും. സോ അത് അറിയോ പൂട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ അങ്ങനെ എത്തിയപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റോൾസും ക്ലോസ് ആയി. പിന്നെ പോണ്ടിച്ചേരിൻ്റെ ഫീൽ തരുന്ന പോലെ ഞങ്ങളൊരു പോർട്ട് സൈഡ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നടന്നു, ആൻസേഴ്സൊക്കെ പറഞ്ഞു. ഞാനും കുറച്ച് ടയർഡായി. ഇത് നല്ല ലൊക്കേഷനാണ്, നിയർ ബൈ ഒരു മരീന സൈഡിൽ പോലെ. ആൻഡ് അവിടെ അടുത്ത് തന്നെ ഡോക്കിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ട് ബോട്ട്സിന്. വൈബ് നന്നായതുകൊണ്ട് 2 ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കാൻ വിചാരിച്ചു, കോക്ടെയിൽസ്. ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തത് കാണിച്ചു തരാം. ഞങ്ങളൊരു pita bread with roasted hummus dip and some bread slices with bruschetta cheese. ഇവരുടെ ബീഫ് ബർഗർ നല്ല ടേസ്റ്റ് ആയിരുന്നു. ട്രഫിൾ ഫ്രൈസ് ആണ്, പറയാ വേണ്ട, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഇതിനാണ് ഞാൻ മെയിനായിട്ട് വന്നത്, ബ്രൗണി വിത്ത് ഐസ്ക്രീം. ഇതും കഴിച്ച് ഞങ്ങൾ മെല്ലെ സീനറിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. തനിച്ച് കുട്ടികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫോറിനിലാവട്ടെ ഇന്ത്യയിലാവട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിള്ളേരെ പുറത്തേക്ക് കൊണ്ടുപോവുക. വീട്ടിലിരിക്കുമ്പോൾ നമ്മളും കുറേ സ്നാപ്പ് ഔട്ട് ആവും. അവർ നമ്മളെ നോക്കുന്നുള്ളൂ, നമ്മൾ അവരെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇങ്ങനെ കുറേ അവരെ ബെക്ക് ആൻഡ് കോളിന് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഓബ്വിയസ്ലി ഏതൊരു മനുഷ്യനും എക്സോഷൻ വന്നു പോകും. അത് വരാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു നേച്ചർ റിഫ്രഷ് ആൻഡ് റീസെറ്റ് എല്ലാവർക്കും ആവശ്യമാണ്. ആൻഡ് ഇഫ് യു സ്റ്റേഡ് ദിസ് ഫാർ ത്രൂഔട്ട് ദ വീഡിയോ, ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. So I hope I have encouraged you a little bit to accept the ordinary and enjoy everyday life. എൻ്റെ മോൾ ഉറങ്ങി. അപ്പോൾ ഞാനും വീട്ടിലെത്തി ഉറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.